ഹലോ, ഇന്ന് നമ്മളുണ്ടല്ലോ പണ്ട് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ കുറുക്കിയത്. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാനൊക്കെ പണ്ടൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായി, 8-10 വർഷമായി കഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കപ്പ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോലെ ഒല്ലിനകത്തിട്ട് ഇടിച്ച് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു ചെമ്മീൻ മാങ്ങ ചമ്മന്തി. അപ്പോൾ നമുക്ക് കപ്പ കുറുക്കുന്ന വീഡിയോ കാണാം. ഇത് അപ്പം നമ്മളിങ്ങനെ കപ്പ ഇങ്ങനെ ഒല്ലിനകത്തിട്ടിട്ട് അത് നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. അത് അരിപ്പയുടെ ആ ഇത് മുളയം നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇടിക്കുമ്പോൾ ഇത് തെറിച്ച് പോകാതിരിക്കാനാണ്. എവിടെ മമ്മി എന്നാ ചെയ്യുന്നതെന്ന് അറിയാം അവിടെ? ഇത് കപ്പ ഇടിച്ച് നമ്മൾ പൊടിക്കുന്ന കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് ഇതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, കപ്പ കുറുക്കിയത്. ഈ ഒല്ലുണ്ടല്ലോ ഒരു കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൂടുതലും ഇപ്പം നമ്മൾ മിക്സിയാണ് ഉപയോഗിക്കുന്നത്, അരി അരയ്ക്കാൻ, അരി പൊടിക്കാനൊക്കെ. ഇപ്പോൾ ഈ ഒല്ലിനകത്ത് നമ്മൾ കുറേ നാൾ കൂടി കപ്പ ഇടിച്ച് പൊടിക്കുന്നത്. ഇടയ്ക്കൊക്കെ അത് ഉപയോഗിക്കണ്ടേ. ഇങ്ങനെ പലവട്ടം ഇടിച്ച് പൊടിച്ച് നമ്മൾ ഇങ്ങനെ നല്ല നൈസ് പൊടിയായിട്ട് എടുക്കണേ. കണ്ടോ, നല്ല നൈസ് പൊടിയായി. ഇനി പൊടി ഉണ്ടാക്കാൻ പോവാ. പൊടി ഈ പാത്രത്തിലിട്ട് അത് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. ഒരു 2 മണിക്കൂർ കഴിയുമ്പം ആ വെള്ളം നല്ലോണം തെളിഞ്ഞു വരും. അന്നേരം അത് ഊറ്റി കളഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കാം. അങ്ങനെ ഊറ്റി കളയുന്നത് എന്തിനാ? കപ്പയ്ക്ക് ചെറിയ മക്കോ കയ്പോ എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ. ഓക്കെ. കപ്പയല്ലേ. നമ്മുടെ കപ്പപ്പൊടി കലക്കി വെച്ചിട്ട് ഏകദേശം 2-2.5 മണിക്കൂറായി. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി വെള്ളം തെളിഞ്ഞു വന്നു. ഇനി ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇതാണ് നമ്മൾ കളയാൻ പോകുന്ന വെള്ളം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്നാ ചെയ്യുന്നത്? ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള വെള്ളം. നമ്മൾ ഇനി ഒഴിക്കുന്ന ഈ വെള്ളം ഊറ്റി കളയുന്നില്ല. നമ്മൾ ഇത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഇനി തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണേ. അത് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തൊരു ശകലം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് മതി. നമ്മുടെ കപ്പക്കുറുക്ക് അടുപ്പത്ത് വെച്ചു. ഇനി അത് കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോകും. ഇത് കുറുകി വരുന്നുണ്ട്, നല്ലോണത്തെ ചൂടായി. പണ്ടുള്ള കാരണന്മാരൊക്കെ ഇതാണ് ഒരു നേരത്തെ ഭക്ഷണം. ഇതാണ്. ഇതിന് പ്രത്യേകം കപ്പയൊക്കെ ഉണക്കി വെക്കും. ഇന്നല്ലേ ഫാസ്റ്റ് ഫുഡൊക്കെ മേടിച്ച് കഴിക്കുന്നത്. പണ്ടുള്ളവർ അതൊന്നും കഴിച്ചിട്ടില്ല. അവർക്കരുടെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഇത് തന്നെയായിരുന്നു. നമ്മുടെ കപ്പ കുറുക്ക ഉണ്ടല്ലോ ഓൾമോസ്റ്റ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കൊണ്ട് വരികയാണ്. കപ്പ കുറുക്കുണ്ടോ ഏകദേശം അതിൻ്റെ പരുവത്തിലേക്ക് എത്തി കേട്ടോ. ഇപ്പം നമ്മുടെ കപ്പക്കുറുക്ക് പാകമായി. വാങ്ങാൻ പോവുക. വെന്ത് കഴിയുമ്പോൾ തവിയെന്നൊക്കെ അങ്ങ് വിട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ കപ്പ കുറിക്കാനുള്ള കറി ഉണ്ടാക്കാൻ പോവുക. അതിനാവശ്യമുള്ളത് ഒരു അരമുറി തേങ്ങ,
കുറച്ച് ചെമ്മീൻ, ഒരു 10 കാന്താരിമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു ചെറിയ മാങ്ങ, ഇത്രയും സാധനങ്ങൾ വേണം. എന്നാൽ ഇതൊക്കെ കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി ഇവിടെ റെഡിയായി. ഇതാണ് നമ്മുടെ കപ്പ കുറുക്കിന്റെ സൈഡായിട്ട് അല്ലെങ്കിൽ ഒഴിച്ചു കൂട്ടേണ്ട കറി. ഇതാണ്. ഇതുപോലെ വാഴയിലക്കകത്താണ് കേട്ടോ. വാഴയിലക്കകത്ത് ഇട്ട് അതിന് നടുക്ക് ഒരു കുഴിയൊക്കെ ആക്കി അതിൻ്റെ മേലോട്ട് ഈ ചമ്മന്തിയും കൂടി കൂട്ടി ഒഴിച്ചെന്നാൽ കഴിച്ചെന്നാൽ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? ഇതധികം ചവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് ഇറങ്ങിപ്പോക്കോളും. പപ്പ എത്ര നാൾ കൂടി ഇത് തിന്നുന്നേ? കഴിഞ്ഞ വർഷം. ആ, ഞാൻ അയർലൻഡിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം വന്നിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പണ്ടത്തെ കാലത്ത് കപ്പയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല രീതിയിലും അത് പ്രിസർവ് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് കപ്പയൊന്നും ഇല്ലാത്തപ്പോഴേ കഴിക്കാൻ പറ്റിയതാണ്. എപ്പോഴും ഈ വാട്ടുകപ്പ മാത്രം കഴിക്കുകയല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കൈകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തോന്നരുത്. കാരണം ഇത് കഴിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കത്തില്ലേ? എന്തിൻ്റെ കൂടെ കഴിക്കാം. തൈര് കൂട്ടി കഴിക്കാം, ചക്കക്കുരു മാങ്ങ വെച്ച് കഴിക്കാം, അത് താളും പയറും കറക്ക വെച്ച് കഴിക്കും. പിന്നെ ചെമ്മീനും മാങ്ങയും അല്ലേ കറി വെച്ച് കഴിക്കും. അത് നമുക്ക് എളുപ്പം ഇതാ ചമ്മന്തിയാണ്. ഇത് അപ്പം നിങ്ങൾ ഈ കപ്പ കുറുക്കില്ലേ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നാട്ടിലൊക്കെ ലീവിന് വരുമ്പോഴേ ഇതുപോലെ കഴിക്കാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക. ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.